പെരിന്തൽമണ്ണ നഗരഹൃദയത്തിലുള്ള ഒരു മാർക്കറ്റിന്റെ ദുരവസ്ഥയിലേക്കാണ് പൊതുജനം കഴുതയല്ല സറിഞ്ഞു പോകുന്നത്. 5 വർഷം കഴിഞ്ഞിട്ടും പെരിന്തൽമണ്ണ മോഡേൺ ഇൻഡോർ മാർക്കറ്റിന്റെ പണി പൂർത്തിയായിട്ടില്ല. ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ച് വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന പദ്ധതിയാണ് എങ്ങുമെത്താതെ ഇഴയുന്നത്. സമരത്തിന് ഒരുങ്ങുകയാണ് UDF ഇപ്പോൾ. സാധാരണക്കാർക്കുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് അതായിരുന്നു പരസ്യവാചകം. 2 വലിയ വാണിജ്യ സമുച്ചയങ്ങൾ, 500ഓളം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം, എസ്കലേറ്റർ, ലിഫ്റ്റ് തുടങ്ങിയവയെല്ലാം വിഭാവനം ചെയ്തു. ഇനി 5 വർഷങ്ങൾക്ക് ശേഷമുള്ള അവസ്ഥ കാണുക. പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിലാണ് മാർക്കറ്റ്. കഴിഞ്ഞ ദിവസമാണ് മാലിന്യമുക്ത നഗരമായി പെരിന്തൽമണ്ണയെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇൻഡോർ മാർക്കറ്റിന് പരിസരത്തെ കാഴ്ച ഇതൊക്കെയാണ്. '19 പണി ആരംഭിച്ചതാണ്. ടൗണിലെ നഗരസഭാ മാർക്കറ്റ് പൊളിച്ചു നീക്കിയാണ് 2.73 ഏക്കറിൽ ഇൻഡോർ മാർക്കറ്റ് പണിയാൻ തീരുമാനിച്ചത്. 38 കോടി രൂപയോളം എസ്റ്റിമേറ്റും കണ്ടു. വ്യാപാരികളെ പുതിയ സ്ഥലത്ത് പുനരധിവസിപ്പിക്കാനും തീരുമാനിച്ചു. നിക്ഷേപ സംഗമത്തിലൂടെ 20 കോടിയോളം രൂപ സമാഹരിച്ചു. പ്രവാസികളെ ഒപ്പം നിർത്തി. വമ്പൻ പ്രൊജക്ട് വരുന്നുവെന്ന് പ്രഖ്യാപനമുണ്ടായി. പക്ഷേ പിന്നീട് താളം തെറ്റി. ഫണ്ടില്ലാത്തതിനാൽ ഏറെക്കാലം പണി മുടങ്ങിക്കിടന്നു. നിർമ്മിച്ച ഒരു കെട്ടിടത്തിൽ വ്യാപാരികളെ പുനരധിവസിപ്പിച്ചു. മറ്റുള്ളവ അടഞ്ഞുകിടക്കുന്നു. ഫണ്ട് വകമാറ്റി ചിലവഴിച്ചു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം. 4.5 കൊല്ലമായിട്ട് ഇത് നോക്കുകുത്തിയായിട്ട് കിടക്കുകയാണ്. ഈ ടൗൺ മാർക്കറ്റ് കോംപ്ലക്സ് നോക്കുകുത്തിയായിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ പരിതാപകരമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ആൾക്ക് കയറാൻ കഴിയില്ല. ഒരു വാഹനം കൊണ്ട് ഇങ്ങോട്ട് കയറാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇവിടെ വന്ന് സാധനം വാങ്ങി കൊണ്ടുപോകാൻ കഴിയാത്ത ദുരിതപൂർണമായ സാഹചര്യമാണ്. ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഇപ്പോൾ നിർമ്മാണ ചുമതല. 2024 ആദ്യത്തിൽ 30 കോടി രൂപ വായ്പയെടുക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. തുടർ നിർമ്മാണം നിലച്ച സമയത്ത് നിക്ഷേപകർ പ്രക്ഷോഭവുമായി രംഗത്തെത്തി. വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് UDF. പുതിയ വ്യാപാരികൾ ആരും തന്നെ കെട്ടിടത്തിൽ കച്ചവടം ചെയ്യാനായി വരുന്നില്ലെന്നാണ് ആക്ഷേപം. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ വരുന്നില്ല. കച്ചവടവും കുറവ്, ദുർഗന്ധം വേറെ പ്രശ്നം, വാഹനം നിർത്താൻ വേണ്ട സൗകര്യവുമില്ല. പരാതി പറയുന്നു വ്യാപാരികൾ. എന്നാൽ ഇനി 27 കടമുറികൾ മാത്രമേ ലേലത്തിൽ പോകാനുള്ളൂ എന്നാണ് നഗരസഭയുടെ വിശദീകരണം. ഒപ്പം നിർമ്മാണ ഫണ്ടിന്റെ കാര്യത്തിൽ സർക്കാർ നൽകിയ റിവിഷൻ കാത്തിരിക്കുകയാണെന്നും വാദം. ആസൂത്രണമില്ലായ്മ വ്യക്തമാണ്. 2020 1-ാം ഘട്ടം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തതാണ്. പിന്നീടുള്ള പണി ഇഴഞ്ഞപ്പോൾ ശരിക്കും ഇവിടെ പണി കിട്ടിയത് നിക്ഷേപകർക്ക് കൂടിയാണ്. ഒരു വലിയ പ്രൊജക്റ്റിനാണ് ഈ ദുർഗതി. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. 2019 ഈ മാർക്കറ്റിന്റെ പണി ആരംഭിച്ചത്. പക്ഷേ ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല. എന്ന് ഈ മാർക്കറ്റ് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പ്രതികരണങ്ങളിലേക്ക്. പാർക്കിംഗ് ഏരിയയിൽ വെള്ളം കെട്ടി നിന്നുകൊണ്ട് കൊതുക് ശല്യവും അതുപോലെ ഡ്രെയിനേജ് പ്രശ്നങ്ങളും സ്മെല്ലും അടിച്ചുകൊണ്ട് ഇവിടെ കച്ചവടക്കാരെ മൊത്തം ബാധിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണത്തിലെ അപാകതയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇപ്പോൾ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ നീരൊഴുക്ക് ഒഴുകിയിട്ട് പീക്കളരിക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ നാട്ടുകാർക്കൊക്കെ ഈ സ്മെല്ല് ദുർഗന്ധം കൊണ്ട് ആകെ പൊറുതിമുട്ടിരിക്കുകയാണ്. നമുക്ക് മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് ഒരുപാട് ഇത് ചുറ്റുമുള്ള ആളുകളൊക്കെ ഭീകരമായ രോഗത്തിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടെ കൂടെയാണ് നമ്മുടെ പെരിന്തൽമണ്ണയിലെ പ്രവാസികൾ, ഒരുപാട് പ്രവാസികളുടെ അവരുടെ അധ്വാനം ഗൾഫിൽ നിന്നും സ്വരൂപിച്ച് ഈ മോഡേൺ ഇൻഡോർ മാർക്കറ്റിലേക്ക് അവിടെ കടകൾ ലേലം ചെയ്തുകൊണ്ട് അവരുടെ പണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അവർ ആത്മഹത്യയുടെ വക്കിലാണ് ഇപ്പോൾ നിലവിലുള്ള പ്രവാസികൾ മുഴുവനും.